ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ അതാ രാവിലെ തന്നെ എഴുന്നേറ്റ് 6 മണിയായിട്ടാണ് എഴുന്നേറ്റിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റ് ചോറ് വാർത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ കറികളുടെ പരിപാടിയാണ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണില്ല. അപ്പോൾ അതാ ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിങ്ങോട്ട് കയ്പ്പയ്ക്ക മെഴുക്ക് പറ്റിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് അരിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ പരിപ്പും ചീരയും കുത്തി കാച്ചാന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ പരിപ്പൊന്ന് കഴുകി അടുപ്പത്തേക്ക് ഇടുകയാണ്. അതിനിടയ്ക്ക് തന്നെ ചീനിച്ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിങ്ങോട്ട് അതിലേക്ക് ഉള്ളിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്നും മൊരിയുമ്പോഴേക്കും നമുക്ക് വേഗം തന്നെ പരിപ്പ് അടുപ്പത്തേക്ക് ഇടാമല്ലോ. ആ ഒരു ടൈം അത് ഉള്ളി മൊരിഞ്ഞ് കിട്ടുകയും ചെയ്യും. അപ്പോൾ അങ്ങനത്തെ പരിപ്പ് അടുപ്പത്തേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ എന്താ ഫ്രിഡ്ജിൽ നിന്ന് അരിഞ്ഞു വെച്ച കഷ്ണങ്ങളും സാധനങ്ങളൊക്കെ എടുക്കുകയാണ്. അപ്പോൾ ചേട്ടൻ എനിക്കിതാ മുളക് ചതച്ച് തരികയാണ് കേട്ടോ. വറ്റൽ മുളക് ചതച്ച് തരികയാണ്. എന്തെങ്കിലുമൊക്കെ ഒരു സഹായം ഉണ്ടായി അത്രയില്ല. പിന്നെ എനിക്ക് തലേദിവസം ഭയങ്കരമായിട്ട് വയ്യായി ഉണ്ടായിരുന്നു കേട്ടോ. ഉറങ്ങാനൊന്നും പറ്റാണ്ടും തലവേദനയുടെ ബാലൻസ് എന്ന് പറയുന്നത് എന്താണെന്ന് പറയുക, ഭയങ്കര ക്ഷീണമായിരുന്നു. ഉറക്കം വരുന്നുണ്ട് എന്നാൽ ഉറങ്ങാൻ പറ്റില്ല. ആ ഒരു അസ്വസ്ഥതയും ബുദ്ധിമുട്ടും ഹോസ്പിറ്റലിൽ പോകേണ്ടി വരുമെന്ന് വരെ തോന്നി. അത്രയും വിഷമങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ ചേട്ടനിപ്പോൾ ഭയങ്കര പേടിയായിട്ടാണ്. ഞാനിങ്ങനെ സാധാരണ പറയുമ്പോൾ ആൾക്ക് അത്ര ഉണ്ടായിരുന്നില്ല. പണ്ടൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ അത്രയും മൈൻഡ് ചെയ്യാണ്ട് നടന്നത്. ഇപ്പോൾ എന്താ ചെയ്യുക, വീണ്ടും വയ്യാണ്ടായപ്പോൾ പേടിയായി. അപ്പോൾ പരമാവധി ഹെൽപ്പ് ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ അത് ചുവന്നുള്ളിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മൊരിഞ്ഞ് വറ്റൽമുളകും ചതച്ചതും കറിവേപ്പിലിട്ട് മൊരിഞ്ഞ് പിന്നെ നമ്മുടെ കയ്പ്പയ്ക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ മുന്നേ കാട്ടിയിട്ടുള്ളത് തന്നെയാണ്, അതുകൊണ്ട് ഇത് ഷോർട്ട് ഇടില്ല കേട്ടോ. കയ്പ്പയ്ക്ക മെഴുക്ക് പറ്റി ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്, ഷോർട്ട് വീഡിയോ മുന്നേ തന്നെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരിത്തിരി വെള്ളം തെളിച്ചിങ്ങാട്ട് മൂടി വെച്ച് വേവുന്നവരൊന്ന് വേവിക്കുകയാണ്. പിന്നെ ഇപ്പോൾ ഇത് രണ്ടൊന്ന് വേവണ്ടേ, അപ്പോൾ ചെറിയ തീയിലിട്ടിട്ട് അവിടെ കിടക്കട്ടെ. അപ്പം ഞാൻ ചേട്ടൻ തലേ ദിവസം തന്നെ ഉണക്കമുന്തിരി വാങ്ങിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കുരുവുള്ള ഉണക്കമുന്തിരി നല്ലതല്ലേ. ഇനി ബ്ലഡ് ഇല്ലെങ്കിൽ ചെക്ക് ചെയ്തിട്ടില്ല, എന്നാൽ കൂടി നമുക്ക് തോന്നിയത് കൊണ്ട് അങ്ങനെ ചേട്ടത്ത് വാങ്ങിച്ചു കൊടുന്നു. അപ്പോൾ അത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 5-10 മണി തന്നെ. എനിക്കങ്ങനെ കുറേ ഒന്നും കഴിക്കാനായിട്ട് പറ്റണില്ല. അപ്പം എന്തായാലും പറ്റണത് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും അവിടെ ഇരുന്ന് കഴിച്ചതാണ്. പിന്നെ ഞാനപ്പോൾ ആലോചിച്ചത്, ബ്ലഡ് വയ്ക്കാൻ ഏറ്റവും നല്ല കാര്യം എന്ന് പറയുക, കഴിഞ്ഞ പ്രാവശ്യം ബ്ലഡ് ഇല്ലാണ്ടായപ്പോൾ ചെമ്പരത്തി ചായ ഉണ്ടാക്കി കുടിക്കുക. ചെമ്പരത്തി ചായ എന്ന് പറയുന്നത് വെള്ളം ഒഴിച്ച് ശർക്കരയിലാണ് കേട്ടോ ഉണ്ടാക്കുക, ചായയിലൊന്നും ഇടില്ല. അങ്ങനെയാണ്. കഴിഞ്ഞ പ്രാവശ്യം 7 ദിവസം കുടിച്ചപ്പോഴേക്കും എനിക്ക് കറക്റ്റ് ബ്ലഡൊക്കെ കൃത്യമായതായിരുന്നു കേട്ടോ. പിന്നെ ഇപ്പോൾ കുറേ നാളായിട്ടൊന്നും ശ്രദ്ധിക്കാണ്ടൊക്കെ ആയോടുകൂടിയാണ് ഇങ്ങനെ ആയത്. ഇപ്പോൾ എന്താ പറയുക, ജോലി എന്നുള്ളൊരു ഇത് മാത്രമായില്ല, ആരെയും ശ്രദ്ധിക്കാണ്ട്. അപ്പോൾ അത് ഇപ്പുറത്തെ സൈഡിലൊക്കെ നിറയെ ചെടികളുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ഒന്ന് ചെമ്പരത്തി പൂ ഉണ്ടായിരുന്നു. ഇന്നലെ ഞാൻ ചെല്ലതും വെട്ടി കളയുകയും ചെയ്തില്ലേ. അപ്പോൾ അത് തന്നെ അധികം പൂക്കളില്ല, എന്നാലും ഉള്ളത് കിട്ടിയത് പറിച്ചോട്ട് പോന്നു കേട്ടോ. കയ്പ്പയ്ക്ക വന്നപ്പോൾ എന്നെ ഒന്നും കൂടി ഇളക്കി വീണ്ടും മൂടി വെച്ചു, വെന്തിട്ടില്ല. അപ്പോൾ അത് ചെമ്പരത്തി ഒന്ന് കഴുകി പിന്നെ ഞാനൊരു 1/4 ഗ്ലാസ് വെള്ളമൊക്കെ എടുത്തിട്ടുണ്ടാവുള്ളൂ കേട്ടോ. അത്ര എടുത്ത് കണ്ടിട്ട് ചെമ്പരത്തി ചായ വയ്ക്കാൻ വിചാരിക്കുകയാണ് കേട്ടോ. ചേട്ടൻ എന്തോ വന്ന് വർത്താനം പറഞ്ഞപ്പോൾ അതിനുള്ള മറുപടി പറഞ്ഞതാണ്. പിന്നെ ചായ വെച്ചിട്ടുണ്ടായിരുന്നില്ല. ആദ്യത്തെ ചായ ചോദിക്കാറില്ല. ഇന്ന് എന്താണാവോ എക്സാം നടക്കുന്നുണ്ട്, അത് കാരണം നേരത്തെ എഴുന്നേറ്റിട്ട കാരണം ചായ ചോദിച്ചു. അപ്പോൾ പിന്നെ 2 ഗ്ലാസ് ചായ വെക്കാൻ, എനിക്ക് എന്നും ചായ ഒരു കലം വെക്കി എടുത്ത് കളയും. എന്താണ് പരിപാടി കേട്ടോ. ഇത്രയും ചായ ഒന്നും വേണ്ട, പക്ഷേ ഈ കാലത്തിൽ വെക്കുമ്പോഴേ അളവ് എപ്പോഴും കൂടി പോവുക. അപ്പോൾ ഇന്ന് ഞാൻ കറക്റ്റ് അളന്ന് തന്നെ വെച്ചു കേട്ടോ, കളയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാ വെള്ളം തിളച്ചിട്ടുണ്ട്. കുറച്ച് പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തു. പഞ്ചസാര അല്ല കേട്ടോ ചെമ്പരത്തി ചായക്ക് ഇടേണ്ടത്. പഞ്ചസാര ഇട്ടുകൊണ്ട് ഒരിക്കലും നമുക്ക് ബ്ലഡ് ഇൻക്രീസ് ആവില്ല. അപ്പോൾ ഇന്ന് നിവൃത്തിയില്ലാത്തതുകൊണ്ട് മാത്രം ഞാനത് ഇട്ട് കൊടുത്തതാണ്. ശർക്കര എത്ര ഇടാൻ പറ്റും, ഒരു ബെല്ല് ഇടാൻ പറ്റിയ അത്രയും. നമുക്ക് ആ മധുരം ഇഷ്ടമാണെങ്കിൽ ശർക്കര കൂടുതൽ കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ. ശർക്കരയും ചെമ്പരത്തിയും കൂടി നന്നായിട്ട് തിളപ്പിച്ചിങ്ങാട്ട് എന്താ പറയുക, 1 ഗ്ലാസ് വെള്ളം 1/2 ഗ്ലാസ് വെള്ളമാക്കി കുറുക്കണം എന്നാണ് പറയുക. എന്നിട്ട് അത് കുടിക്കണം. അങ്ങനെ ഒരാഴ്ച കുടിച്ചാൽ എത്ര ബ്ലഡ് ഇല്ലാത്തവനും ബ്ലഡ് വയ്ക്കും. കഴിഞ്ഞ പ്രാവശ്യത്തെ എൻ്റെ അനുഭവം കൂടിയാണ് കേട്ടോ. അതും കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ ബ്ലഡ് ഇല്ലാണ്ടായിട്ട്. ഇപ്രാവശ്യം ശർക്കര ഇതുവരെ വാങ്ങിച്ചിട്ടില്ല, മറന്നു പോവാം വൈകുന്നേരം വരുമ്പോൾ വാങ്ങിക്കാനായിട്ട്. അപ്പോൾ പറ്റണത് ഇപ്പോൾ ഇന്നിപ്പോൾ ഈ ചെമ്പരത്തി മാത്രമേ തിളപ്പിച്ച് കുടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ പറ്റണത് ഞാൻ ചെയ്തതാണ്. അപ്പോൾ അത് അതിനിടയ്ക്ക് കുടിച്ചു കേട്ടോ, ജോലികൾ ചെയ്യണതിൻ്റെ ഇടയിൽ. പിന്നെ നല്ല ചൂടുണ്ടായിരുന്നു. അപ്പോഴേക്കും ചായയായി. അത് ചായയിലിട്ടിട്ട് മാറ്റി വെച്ചു. നമുക്ക് കയ്പ്പയ്ക്കാൻ ചെറിയ അടുപ്പിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത അടുപ്പിൽ ചീര റെഡിയാക്കാൻ വേണ്ടിയിട്ട് ചട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ചായ അപ്പം തന്നെ എടുക്കുമ്പോൾ എന്തായാലും ആ ചായയിൽ അടിയിലേക്ക് പോയി ഉണ്ടാവില്ല. അത് കാരണം കൊണ്ടൊന്ന് അരിച്ചെടുത്തു. ചേട്ടനും ആദ്യത്തിനും അപ്പം തന്നെ കൊടുത്തു കേട്ടോ. അല്ലെങ്കിൽ പിന്നെ കുടിക്കില്ല, അത് അവിടെ ഇന്ന് വൈകുന്നേരം എടുത്ത് കളയും. അപ്പോൾ പിന്നെ അപ്പം തന്നെ അത് കൊണ്ടു കൊടുത്തു. പിന്നെ മേശാമ്മയ്ക്ക് ഉണ്ടായിരുന്ന ഗ്ലാസ്സൊക്കെ എടുത്തുകൊണ്ട് വന്നു കേട്ടോ. പിന്നെ അതാ ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചുമന്നുള്ളിയും വേണമെങ്കിൽ വെളുത്തുള്ളി ഇടാം കേട്ടോ. ചീരയും പരിപ്പിലും വെളുത്തുള്ളിയും നിർബന്ധമൊന്നുമില്ല. ഇഷ്ടമുണ്ടെങ്കിൽ, ഫ്ലേവർ ഇഷ്ടമുണ്ടെങ്കിൽ കുറച്ച് വെളുത്തുള്ളിയും കൂടി ചതച്ചത് ഇട്ട് കണ്ടിട്ട് നന്നായിട്ട് മൂപ്പിച്ച് ചതച്ച മുളകും കൂടി ഇട്ടിട്ട് മൊരിച്ചെടുക്കുക.
അത് കഴിഞ്ഞിട്ട് നമ്മുടെ ചീര ഇട്ട് കൊടുത്ത് ഒന്ന് വാട്ടിയെടുത്തിട്ട് പരിപ്പ് ഇടുകയാണെങ്കിലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ അത് കുറച്ച് ചീര ഞാൻ എടുത്തിട്ടുള്ളൂ. അധികം ചീര എടുത്തിട്ടുണ്ടെങ്കിൽ അത്ര കുട്ടികൾക്ക് അത്ര ഇഷ്ടമില്ല, അങ്ങനെ കട്ടിയിൽ ഇങ്ങനെ കിടക്കുന്നത് ഇഷ്ടമില്ല കേട്ടോ. ആദ്യത്തിന് ശ്രീകുട്ടന് കുഴപ്പമൊന്നുമില്ല, ആദ്യത്തിന് അങ്ങനെ ചീര ഇഷ്ടമില്ല. പിന്നെ എന്നാലും പിന്നെ അവരുടെ ഇഷ്ടത്തിനൊക്കെ വെച്ച് കൊടുക്കാന്ന് വെച്ചാൽ കഴിച്ചോളും. ചീര ഭയങ്കര നല്ലതല്ലേ, നമ്മുടെ പറമ്പിൽ ഉണ്ടാവിടത്തും വിഷം അടിക്കാത്തതൊക്കെ അല്ലേ. അപ്പോൾ അത് കാരണം കൊണ്ട് ശ്രീകുട്ടനെ എങ്ങനെ ചീര കാട്ടി കൊടുത്താലും വെറുതെ ആവി കയറ്റി കൊടുത്താലും കഴിച്ചോളും. പക്ഷെ ആദ്യത്തിന് ഇഷ്ടേ അല്ല. പക്ഷെ എങ്ങനെയെങ്കിലും 2 ഇലകളെങ്കിലും കഴിക്കണ്ടേന്ന് വിചാരിച്ചിട്ട് ഞാനത് ആക്കി കൊടുക്കണതാണ് കേട്ടോ. അപ്പോൾ അത് ഒന്ന് വാടിയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് വാടണം കേട്ടോ. വാടിയതിന് ശേഷം മഞ്ഞപ്പൊടി ഇടാൻ മറന്നുപോയി, അപ്പോൾ അത് ഈ നേരത്തെ ഇട്ട് കൊടുത്തു കേട്ടോ. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് വഴറ്റിയെടുത്തു. എന്നിട്ട് പിന്നെ നമ്മുടെ ഈ പരിപ്പ് വേവിച്ച് വെച്ചതുണ്ടല്ലോ, അത് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നന്നായിട്ടൊന്ന് വഴണ്ടതിന് ശേഷം മാത്രം എരിവ് ഉപ്പൊക്കെ നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക. പിന്നെ പരിപ്പിൽ നല്ല ലൂസിൽ ചെയ്യണമെങ്കിൽ നല്ല ലൂസിൽ ചെയ്യാം കേട്ടോ. ഇങ്ങനെ ഈ കട്ടിയിൽ ചിലപ്പോൾ ഇങ്ങനെ ഒട്ടും വെള്ളമില്ലാണ്ട് കട്ടിയിൽ ഉപ്പേരി പോലെ നമുക്ക് എടുക്കണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ ഈ ഒരു പരുവത്തിൽ എടുക്കണമെങ്കിൽ എടുക്കാം, എങ്ങനെ വേണമെങ്കിൽ എടുക്കാം. പക്ഷേ ഇവിടെ നല്ല ലൂസായിട്ടാണ് ഇഷ്ടം കേട്ടോ. എന്നിട്ട് ഇങ്ങനെ ചോറിൽ നിറയെ ഒഴിച്ച് കഴിക്കാനാണ് ഇഷ്ടം. അത് കാരണം കൊണ്ട് തന്നെ ഞാൻ കുറച്ച് ലൂസാക്കിയിട്ടോ. അപ്പോഴേക്കും നമ്മുടെ കയ്പ്പയ്ക്ക നന്നായിട്ട് വഴണ്ട് കിട്ടിയിട്ടുണ്ട്. അതങ്ങനെ തീ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ എനിക്ക് കുടിക്കാനുള്ള ചൂടുവെള്ളം ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് എനിക്കുള്ള ശ്രദ്ധ കൊടുക്കൽ മാത്രമായിരുന്നു കൂടുതലും. എനിക്കുള്ള ശ്രദ്ധ കൊടുക്കൽ മാത്രമല്ല കേട്ടോ, മക്കളുടെ കാര്യം നന്നായിട്ട് നോക്കിയിട്ട് തന്നെയാണ് ചെയ്യണത്. അപ്പോൾ വെള്ളം കുടിക്കുമ്പോൾ ഈ തലവേദനയ്ക്ക് നല്ല കുറവുണ്ട് കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ട് എനിക്ക് പച്ചവെള്ളം രാവിലെ തന്നെ കുടിക്കാൻ പറ്റില്ല. അപ്പോൾ ഒന്ന് ചൂടാക്കി അടുത്ത് വെച്ചു. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് തിരിച്ച് കുടിക്കാമല്ലോ. അത് കഴിഞ്ഞിട്ട് പിള്ളേർക്ക് ചോറൊക്കെ പകർത്തി അത് മേശപ്പുറത്ത് കൊണ്ടുവച്ചു. അല്ലെങ്കിൽ ചിലപ്പോൾ മറന്നു പോകും കൊണ്ടുപോകാനായിട്ട്. പിന്നെ ഇതാ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കണം കേട്ടോ. അപ്പോൾ അതാ കൂട്ടുകാരും മെസ്സേജ് ഇടുന്നതൊക്കെ ഞാൻ കാണുന്നുണ്ട് കേട്ടോ. എല്ലാവരും കാണാണ്ടല്ല മറുപടി തന്നു കഴിഞ്ഞാൽ ആ മെസ്സേജ് പിന്നെ ഇങ്ങനെ വന്ന് കിടക്കുന്നത് പോകുമല്ലോ. അപ്പോൾ എനിക്ക് അറിയില്ല, ഞാൻ ഈ ആളെ വിളിച്ചിട്ടില്ല എന്നുള്ളത് എനിക്കറിയില്ല. അത് കാരണം കൊണ്ട് ചിലതിന് അല്ലെങ്കിൽ മറുപടി കൊടുത്തിട്ടില്ല എന്ന് എനിക്കറിയില്ല. അത് കാരണം കൊണ്ട് മുകളിൽ വരുമ്പോൾ ഞാനത് വായിക്കണമൊക്കെ ഉണ്ട്. മറുപടി തരാത്തതെന്ന് വെച്ചാൽ അത് പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അത് സേവ് ചെയ്യണോടുകൂടി തന്നെ ഒന്നില്ലെങ്കിൽ വിളിക്കുക, അല്ലെങ്കിൽ അതിൽ തന്നെ ഒന്ന് മെസ്സേജ് ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അതേപോലെ കമൻറ്റ് ബോക്സിലും റിപ്ലൈ തന്നിട്ടില്ല എന്ന് എനിക്ക് അറിയാണ്ടല്ല. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ബസ്സിലൊക്കെ ഇരിക്കുമ്പോൾ ഒന്ന് കണ്ണടച്ചിരിക്കാനാണ് തോന്നുന്നത്. അപ്പോൾ ഒരു 2 ദിവസം ഒന്ന് കഴിഞ്ഞിട്ട് ഞാൻ ഒക്കെ റിപ്ലൈ തരുന്നുണ്ട് കേട്ടോ. ക്ഷമിക്കുക കൂട്ടുകാർ. വാട്സപ്പിലായാലും വിളിക്കാൻ 3-4 പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അത് ഓഫീസിലോ അങ്ങനെയൊക്കെ എന്തൊക്കെയോ ആയിരുന്നു, തിരക്കിലായിരുന്നു. പിന്നെ ഞാൻ തിരിച്ച് വിളിച്ചിട്ടില്ല. അപ്പോൾ വിളിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കൂടുതൽ പേരാകുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും എന്തായാലും മെസ്സേജിന് സന്തോഷം തന്നെയാണ്. പക്ഷേ എനിക്ക് പറ്റണതിനനുസരിച്ച് ഞാൻ തിരിച്ച് വിളിക്കുക, മെസ്സേജ് ഇടൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഇനിയിപ്പോൾ കൂട്ടുകാർ വിളിക്കുമ്പോൾ എനിക്ക് പറ്റുന്ന സമയമാണെന്ന് ഞാൻ എന്തായാലും എടുത്തിരിക്കും കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ജോലിക്ക് പോയിലൊക്കെ കഴിഞ്ഞ് നമ്മൾ ഈ വർത്തമാനം പറയുന്നതിൻ്റെ ഇടയിൽ തിരിച്ച് വന്നു. എല്ലാ പാത്രങ്ങളും കഴുകാനുള്ളത് അങ്ങോട്ട് എടുത്ത് വെച്ച് ചോറ് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഇന്നലെ ഒരു അയില റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല, അതോടെ ചെറിയൊരു ചാറ് വയ്ക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. നാളികേരം അരച്ചിട്ട് തന്നെ വയ്ക്കുന്ന ഒരു ഇത്തിരി നാളികേരം ഉണ്ടായിരുന്നു. അപ്പോൾ സാധാരണ പോലെ തന്നെ ഇഞ്ചി പച്ചമുളകും കറിവേപ്പിലും കുടംപുളിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നാളികേരത്തിൽ തന്നെ മുളക് പൊടിയും മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് അരച്ച് അതും കൂടി ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്ത് അടുപ്പത്തേക്ക് വെക്കുകയാണ് കേട്ടോ. ഇത്രയേ ഉള്ളൂ. നല്ല അടിപൊളി മീൻ കറിയാണ് കേട്ടോ. പക്ഷേ ഇപ്പം ഞാൻ ഇടുന്നതിലൊക്കെ ഉപ്പ് കൂടുണ്ടെന്ന് പറഞ്ഞിട്ട് പിള്ളേർ, എനിക്ക് ഉപ്പ് പ്രഷർ കുറഞ്ഞതിന് എന്തുകൊണ്ട് ഉപ്പ് കൂടണമെന്ന് അറിയില്ല, ടേസ്റ്റ് ശരിയാവണില്ല എന്തോ അറിയില്ല, എല്ലാത്തിലും ഉപ്പ് കൂടാന്ന് പറയുന്നുണ്ട്. അല്ലെങ്കിൽ ശ്രീകുട്ടന് എന്തോരം ഉപ്പ് ഇട്ടാലും പോരായിക്കുക, അമ്മ ഉപ്പ് കുറവാന്ന് പറയും. ഇപ്പോൾ ഞാൻ ഇടുന്നത് മുഴുവൻ കൂടുതലാന്ന് പറയിട്ട് ഉപ്പ് സാധാരണ കുറവാണ് കേട്ടോ ഇവിടെ അങ്ങനെ ഉപയോഗിക്കുക. എന്ന് വെച്ചാൽ അമ്മയ്ക്കും ചേട്ടനും പ്രഷറുണ്ട്, അവർ കുറവ് തന്നെയാണ് ഉപയോഗിക്കുക. ഇതിപ്പോൾ ഈ പറഞ്ഞ മാതിരി കൈ ഇങ്ങനെ പോവാണ്. പിന്നെ ചീര കാലത്തെ ബാലൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഇനി എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല. 2 ദിവസം കരിഞ്ഞത് എടുത്ത് വെച്ചാൽ ശരിയാവില്ല. അപ്പോൾ അത് വെറുതെ ഒന്ന് കടുക് പൊട്ടിച്ച് പച്ചമുളക് ഇട്ടിട്ട് ഒന്ന് വാട്ടിയെടുക്കുകയാണ്. നാളികേരം ഒന്നും ചെരുകാൻ നിൽക്കണില്ല കേട്ടോ. കേടാക്കി കളയണ്ട, ചീരയല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാനൊന്ന് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത്തിരി വെളിച്ചെണ്ണ കൂടുതൽ ഒഴിച്ചു, അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ പച്ചമുളക് ഇത്തിരി മുന്നിട്ട്, പച്ചമുളക് പിന്നെ അധികം എരിവൊന്നും ഇല്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് ആ ചോറ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ടുണ്ടായിരുന്നു, അതൊന്ന് മുറ്റത്ത് കൊണ്ടുപോയിട്ട് ഊറ്റിയെടുക്കുകയാണ് കേട്ടോ. പിന്നെ ഇപ്പോൾ ചീരത്തോരനും ഇപ്പോൾ മീൻകറി ആയില്ലേ. പിന്നെ ഞാൻ മത്തി വാങ്ങിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു, 1/2 കിലോനായിട്ട്. അപ്പോൾ വാങ്ങിക്കുള്ളൂ, എനിക്ക് ക്ലീൻ ചെയ്യാൻ ബുദ്ധിമുട്ടായ കാരണം അങ്ങനെ 1 കിലോ ഒന്നും ഇപ്പോൾ വാങ്ങിക്കലില്ല, 1/2 കിലോ മാത്രമാണ് ഇപ്പോഴത്തെ വാങ്ങിക്കൽ. അപ്പോൾ അതാ ഒരിടപ്പത്ത് ചീര, ഒരിടപ്പത്ത് കാലത്തത്തെ പരിപ്പും ചീരയും ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. കളയണ്ടെന്ന് പറഞ്ഞിട്ട് കേടായിട്ടൊന്നുമില്ല. അപ്പോൾ അതൊക്കെ ഇനി കളയണ്ടേ, തിരിച്ച് കഴിക്കി നല്ലതാണെന്നൊക്കെ പറഞ്ഞ് എല്ലാവർക്കും തിരിച്ച് കൊടുത്ത് എനിക്ക് കളയുന്നത് ഇഷ്ടമില്ല കേട്ടോ ഫുഡ്. അപ്പം അങ്ങനെ എല്ലാതും അവസാനിപ്പിച്ചു കേട്ടോ. അപ്പോൾ ചീര റെഡി ആയതുകൊണ്ട് ഉപ്പും കൂടി ഇട്ട് മിക്സ് ചെയ്തു.
പിന്നെ അതാ മീൻ കറിയിലേക്ക് ഇത്തിരി ഉള്ളി കാച്ചി ഒഴിച്ചു. ഇത്തിരി ഉള്ളി കരിഞ്ഞു കേട്ടോ. ആ നേരത്തെ ചേട്ടൻ ഫോൺ വിളിച്ചു. അപ്പോൾ ആ ഫോൺ എടുത്ത നേരത്ത് ഉള്ളി ഇത്തിരിച്ച കരിഞ്ഞിട്ടുണ്ട്. എന്നാലും കുഴപ്പമൊന്നുമില്ല അല്ലേ. അങ്ങനെ അതൊന്ന് മിക്സ് ചെയ്ത് കേട്ട് അതവിടെ വെച്ചു. പിന്നെ ഇനി മത്തി ക്ലീൻ ആക്കി വെക്കാൻ വെച്ചു. രാവിലെ 6 മണിക്കല്ലേ എഴുന്നേൽക്കണേ. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ക്ലീൻ ആക്കിയിട്ട് വെക്കാനുള്ള നേരമില്ല. അപ്പോൾ പിന്നെ ഞാൻ ക്ലീൻ ആക്കിയപ്പോൾ വിചാരിച്ചു എന്തായാലും ക്ലീൻ ആക്കണതല്ലേ, പിള്ളേർക്ക് ഒരു 2 എണ്ണം വെച്ചിട്ട് എന്തായാലും വറക്കാമെന്ന് വിചാരിച്ച് അതും കൂടി. കുരുമുളക് മാത്രമേ ഇട്ടുള്ളൂ, വലിയ മസാലയും ഒന്നും ചേർക്കാനൊന്നും നിന്നില്ല. ഈ മത്തി ഇപ്പോൾ ഇത്തിരി കുരുമുളക് ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. പൂച്ചക്കുട്ടികൾക്ക് ഈ പച്ച ഇട്ട് കൊടുത്തിട്ട് ഒന്നും കഴിക്കണില്ല. ലാസ്റ്റ് ഞാൻ വേവിച്ച് കൊടുത്തു കേട്ടോ. ഇതിൻ്റെ തലയൊക്കെ വേവിച്ച് കൊടുത്തപ്പോൾ അവർ കഴിച്ച ഇത്തിരി ചോറ് പോരായി ഉണ്ടോയെന്ന് എനിക്ക് സംശയം തോന്നി. അപ്പോൾ ചേട്ടൻ ഒരു 10 ചപ്പാത്തി വാങ്ങിച്ചുകൊണ്ടാണ് കേട്ടോ. വയ്യാത്ത കാരനാണ്, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയൊന്നും വാങ്ങിപ്പിക്കുന്ന ഒരാളേ അല്ല. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും വീഡിയോ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ. അതുപോലെ ലൈക്ക് അടിച്ചോളാം. അപ്പോൾ ഓക്കെ.